നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിൽ പലരും ഒരു പുതിയ കാര്യം തുടങ്ങാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഞാൻ ഇത് ചെയ്താൽ നാട്ടുകാർ എന്ത് വിചാരിക്കും? എൻ്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കുമോ? വീട്ടുകാർ എന്തു പറയും? ഈ ഒരു ചിന്ത കാരണം മാത്രം എത്രയോ നല്ല അവസരങ്ങളാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത്. നമ്മൾ നമ്മളായി ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കണ്ണിലെ നല്ലവരാകാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഭയപ്പെടാതെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാം എന്നതിനെ കുറിച്ചാണ്. ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിരിക്കുകയല്ല. ഇതിന് സൈക്കോളജിയിൽ സ്പോട്ട്ലൈറ്റ് എഫക്റ്റ് എന്ന് പറയും. ഉദാഹരണത്തിന്, നിങ്ങളൊരു ഫംഗ്ഷന് പോകുമ്പോൾ നിങ്ങളുടെ ഡ്രസ്സിൽ ഒരു ചെറിയ കറ പറ്റിയാൽ നിങ്ങൾ വിചാരിക്കും അവിടെയുള്ള എല്ലാവരും ആ കറയാണ് നോക്കുന്നത് എന്ന്. എന്നാൽ സത്യത്തിൽ അവിടെയുള്ള ബാക്കി എല്ലാവരും അവരുടെ ഡ്രസ്സിനെ കുറിച്ചും അവരുടെ ലുക്കിനെ കുറിച്ചുമാണ് ആകുലപ്പെടുന്നത്. നിങ്ങൾ മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വെറും തോന്നൽ മാത്രമാണ്. രണ്ടാമത്തെ കാര്യം, ലോകത്തുള്ള എല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം കണ്ടുപിടിക്കാൻ കുറച്ചു പേർ എന്നും കാണും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങുക എന്ന് വിചാരിക്കുക. ചിലർ പറയും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന്. നിങ്ങളത് വിജയിപ്പിച്ചാൽ അവർ പറയും ഇതൊക്കെ ഭാഗ്യം കൊണ്ട് നടന്നതാണ് എന്ന്. അതുകൊണ്ട് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ധൈര്യമായി ചെയ്യുക. ഇനി ഈ ഭയം മാറ്റാൻ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സ്വയം സ്നേഹിക്കുക. നിങ്ങളുടെ പോരായ്മകളും കഴിവുകളും ഒരുപോലെ അംഗീകരിക്കുക. ഒരാൾ നിങ്ങളെക്കുറിച്ച് ഇന്ന് മോശമായി പറഞ്ഞാൽ 5 വർഷം കഴിഞ്ഞ് ആ വാക്കിന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വിലയുണ്ടാകുമോ? ഇല്ലെങ്കിൽ ആ കമന്റിനെ ഇപ്പോൾ 5 സെക്കൻഡ് പോലും സമയം കളയേണ്ടതില്ല. ശരിയായ ആളുകളെ കൂടെ നിർത്തുക. നിങ്ങളെ എപ്പോഴും താഴ്ത്തിക്കെട്ടുന്നവരെക്കാൾ നിങ്ങളുടെ വളർച്ചയിൽ സന്തോഷിക്കുന്ന സുഹൃത്തുക്കളെ കൂടെ കൂട്ടുക. അതുപോലെ തന്നെയാണ് നോ പറയാൻ പഠിക്കുക. ഓഫീസിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതി നിങ്ങൾ സമ്മതിക്കാറുണ്ടോ? ഉദാഹരണത്തിന്, നിങ്ങൾ തിരക്കുള്ളപ്പോൾ ഒരു സുഹൃത്ത് വന്ന് അയാളുടെ ഒരു സഹായം ചോദിക്കുന്നു. ഇല്ല എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് വിചാരിക്കുമെന്ന് പേടി കാരണം നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് അയാളെ സഹായിക്കുന്നു. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വന്തം സമാധാനം കളയുന്നത് ആത്മവിശ്വാസം കുറയ്ക്കുന്നു. നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അത് മാന്യമായി ഇപ്പോൾ എനിക്ക് ഇതിനെ കഴിയില്ല എന്ന് പറയാൻ ശീലിക്കുക. സ്വന്തം അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നത് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കും. ചെറിയ വിജയങ്ങളിലും ആഘോഷിക്കുക. നമ്മൾ എപ്പോഴും വിചാരിക്കാതെ വലിയ ലക്ഷ്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. ഉദാഹരണത്തിന്, വലിയ വീട് വയ്ക്കുക, വലിയ ജോലി കിട്ടുക, ഇങ്ങനെയൊക്കെ കൈവരിക്കുമ്പോൾ മാത്രമേ സന്തോഷിക്കാറുള്ളൂ. എന്നാൽ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ല. ഇന്ന് രാവിലെ കൃത്യസമയത്ത് എഴുന്നേറ്റു, അല്ലെങ്കിൽ കുറെ നാളായി വിചാരിച്ച ഒരു ചെറിയ ജോലി തീർത്തു. ഇതൊക്കെ ചെറിയ വിജയങ്ങളാണ്. ഇത്തരം ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനിത് ചെയ്തു എന്ന് സ്വയം പറയുക. ഇത് തലച്ചോറിന് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന പോസിറ്റീവ് സന്ദേശം നൽകുകയും ആത്മവിശ്വാസം താനെ ഉയരുകയും ചെയ്യുന്നു. അതുപോലെ തന്നെയാണ് ഡ്രസ്സപ്പ് ആൻഡ് ബോഡി ലാംഗ്വേജ്. നിങ്ങളൊരു ഇൻ്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനോ പോകുമ്പോൾ അലസമായ വസ്ത്രം ധരിച്ചാൽ നിങ്ങൾക്ക് അവിടെ ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ കഴിയില്ല. മറ്റുള്ളവർ നിങ്ങളെ നോക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ഭയപ്പെടും. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയ എന്നാൽ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക. കണ്ണിൽ നോക്കി സംസാരിക്കാനും നട്ടെല്ല് നിവർത്തി നിൽക്കാനും ശ്രദ്ധിക്കുക. നിങ്ങൾ പുറമെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ ഉള്ളിലും അത് പതുക്കെ വന്നു തുടങ്ങും. ഇതിനെ ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ താരതമ്യം ഒഴിവാക്കുക. സ്റ്റോപ്പ് സോഷ്യൽ മീഡിയ കമ്പാരിസൺ. മറ്റുള്ളവരുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്കിലോ ടൂറിൻ്റെ ഫോട്ടോകളോ നേട്ടങ്ങളൊക്കെ കാണുമ്പോൾ എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ എന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? സോഷ്യൽ മീഡിയയിൽ കാണുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ മാത്രമാണ്. അവരുടെ കഷ്ടപ്പാടുകൾ ആരും പോസ്റ്റ് ചെയ്യാറില്ല. മറ്റുള്ളവരുടെ പോസ്റ്റ് കണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യവുമായി കമ്പയർ ചെയ്യരുത്. നിങ്ങളുടെ ഇന്നലെയേക്കാൾ മികച്ചതാകാൻ മാത്രം ശ്രമിക്കുക. അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് എംബ്രേസ് ഫെയിലിയേഴ്സ്. തെറ്റുകളെ പേടിക്കരുത്.
ഒരു മീറ്റിംഗിൽ സംസാരിക്കുമ്പോൾ വാക്ക് തെറ്റിപ്പോകുമോ എന്ന് പേടിച്ച് നിങ്ങൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? എല്ലാവരും ചിരിക്കുമോ എന്ന ഭയം കാരണം നിങ്ങൾ ഒന്നും പറയാതിരുന്നിട്ടുണ്ടോ? ലോകത്ത് തെറ്റ് പറ്റാത്തവരായി ആരുമില്ല. ഒരു തവണ തെറ്റിയാൽ ആരും അതിനെ ജീവിതകാലം മുഴുവൻ ഓർത്തു വെക്കില്ല. തെറ്റുകളിൽ നിന്ന് പഠിക്കുക. ശരി, അടുത്ത തവണ ഇതിലും നന്നായി ചെയ്യാം എന്ന് സ്വയം പറയുക. പരാജയങ്ങളെ പേടിക്കുന്നത് നിർത്തുമ്പോഴാണ് യഥാർത്ഥ ആത്മവിശ്വാസം ജനിക്കുന്നത്. സുഹൃത്തുക്കളെ, അവസാനം എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് പേടിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ചാൽ അവസാനം നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് മറ്റൊരാളുടെ അഭിപ്രായത്തിന് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കാൻ അനുവാദം കൊടുക്കരുത്. നിങ്ങളെ നിങ്ങളായി തന്നെ സ്നേഹിക്കുക. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്താണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരം പേടികൾ കാരണമുണ്ടായ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും അതും പങ്കുവെക്കാൻ മടിക്കരുത്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള സൈക്കോളജിക്കൽ മോട്ടിവേഷൻ വീഡിയോകൾക്കായി ആദീസ് ലൈഫ് ഹബ്ബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.